ഈ സുനാമി ദുരന്ത ബാധിതർക്കായി 4 വർഷം മുൻപാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് പുനർഗേഹം പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇപ്പോൾ ദുരിതത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശുചിമുറി മാലിന്യം പൊട്ടിയൊലിച്ചും തെരുവു വിളക്കുകൾ ഇല്ലാതെയും മാലിന്യ സംസ്കരണത്തിന് ഇടമില്ലാതെയും ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തുകാർ. സർക്കാർ പണിതു നൽകിയ വീടുകൾ ഒന്നിനും ഇനിയും നമ്പർ നൽകിയിട്ടുമില്ല. ആകെ ദുരിതപൂർണമാണ് ജീവിതം. കാഴ്ചയിൽ വലിയ കെട്ടിടങ്ങളാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും തോന്നും. എന്നാൽ കണ്ണിൽ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. പൊഴിയൂർ തീരദേശ മേഖലയിലെ പരുത്തിയൂർ തെക്കേ കൊല്ലങ്കോട് മേഖലയിലുള്ള 126ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 4 വർഷം മുമ്പാണ് സർക്കാർ ഇവരെ ഇവിടെ പുനരധിവസിപ്പിച്ചത്. 700-ലധികം പേർ താമസിക്കുന്ന ഇവിടം പരാധീനതകളാൽ ബുദ്ധിമുട്ടുകയാണ്. കെട്ടിടത്തിലെ ശുചിമുറികളിൽ നിന്നും പുറത്തുവരുന്ന പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നം. ഇതേ തുടർന്ന് ദുർഗന്ധം കാരണം പൊറുതിമുട്ടുകയാണ് ഇവിടുത്തെ ഭൂരിഭാഗം താമസക്കാരും. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർക്ക് ഇതിനോടകം തന്നെ വിവിധ രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞു. 7 പേർക്ക് മഞ്ഞപ്പിത്തവും പിടിപെട്ടു. വഴി ഇന്റർലോക്ക് ചെയ്യുന്നതിനിടെ ശുചിമുറി മാലിന്യം വഹിക്കുന്ന പൈപ്പ് വെട്ടിപ്പൊളിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. 126 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് മാലിന്യമിടാനും അത് സംസ്കരിക്കാനുമുള്ള സംവിധാനവും നിലവിലില്ല. ഇവ കെട്ടിടത്തിന്റെ വശങ്ങളിൽ കൂട്ടിയിടുക മാത്രമാണ് ഏക പോംവഴി. മഴയായാൽ മാലിന്യം ചീഞ്ഞഴുകി പ്രദേശത്താകെ ദുർഗന്ധം നിറയും. സമീപത്തെ വീട്ടുകാർക്കും ദുർഗന്ധം കാരണം റോഡിലൂടെ പോലും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ ഇപ്പം ഇത് കാരണം മക്കൾക്കെല്ലാം അസുഖമാണ്. പനി, വയറിളക്കം, ഛർദി, പിന്നെ ഈ കൊതുക് മുട്ടയിട്ട് പെരുകി വീടുകളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിനും ഒരു സൗകര്യം ഇല്ല ഇത് കാരണം. അപ്പം ഞങ്ങൾ ഇത് കാരണം വീട് അടച്ചിട്ടിട്ടിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കും. 3.5 വർഷമായി ഇവിടെ താമസം തുടങ്ങിയെങ്കിലും ഒരു വീട്ടുകാർക്കും കാരോട് ഗ്രാമപഞ്ചായത്ത് ഇനിയും വീട്ടു നമ്പർ നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ട്. 6 മാസങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിൻകരയിൽ നടന്ന അദാലത്തിൽ വീട്ടു നമ്പർ നൽകണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത്രയധികം ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് കെട്ടിടത്തിന് വെളിയിൽ പേരിന് പോലും വെളിച്ചമില്ല. ചുറ്റുമതിൽ കെട്ടിയെങ്കിലും ഗേറ്റും സ്ഥാപിച്ചിട്ടില്ല. വേണ്ടതൊക്കെ ചെയ്തെന്ന വായ്ത്താരി കൊണ്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുള്ള ഇടപെടലാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ പോയതും അതാണ്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.